തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7-ലും രാഹു 6-ലും അതുപോലെ ശനി 5-ലും 12-ാം ഭാവത്തിൽ കേതുവുമാണ് സഞ്ചരിക്കുന്നത്. 25-ാം തീയതിയോടുകൂടി ശുക്രൻ ഇവർക്ക് 2-ാം ഭാവത്തിലേക്ക് പോകും. അപ്പോൾ ഇവരുടെ വാക്കുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവരെ നല്ലവണ്ണം പ്രീണിപ്പിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. വീട്ടിലും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ലക്ഷ്മി ദേവിയുടെ, അതായത് സാമ്പത്തിക ദേവിയുടെ, പണത്തിൻ്റെ അധീനയായ ദേവിയുടെ പണം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു. രത്നങ്ങളോ മറ്റു തരത്തിലുള്ള ഉപഹാരങ്ങളോ ഒക്കെ എത്താം. അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഗിഫ്റ്റായി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വസ്തുവുമായി ബന്ധപ്പെട്ടോ വാങ്ങാനോ വിൽക്കാനോ അനുകൂലമായ ചില വാർത്തകൾ കേൾക്കാൻ ഇടയാകുന്നുണ്ട്. ചില പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. ചില പ്രവർത്തനങ്ങളിൽ ചിലർ പ്രത്യേകമായിട്ട് ചില അനിഷ്ടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിപ്രതിപത്തിയോ കാണിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടുകയോ ഇതുവരെ നടക്കുകയോ ചെയ്യാതിരുന്ന ചില പ്രോജക്റ്റുകൾ ഈ ആഴ്ചയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ സൂചന കിട്ടിത്തുടങ്ങുന്നതാണ്. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പണമിടപാട് നടത്തുന്നവർക്കുമൊക്കെ ഗുണകരമായിട്ട് കാണുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരുടെ നട്ടെല്ലിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വയറ്, ലോവർ അബ്ഡമിൻ ഭാഗത്തോ ഒക്കെ ചെറിയ ശാരീരികമായ അവശത കാണുന്നുണ്ട്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത കാണുന്നു. ധാരാളം ശുദ്ധജലം കുടിക്കുക എന്നുള്ളതാണ് പരിഹാരം. അത്യാവശ്യം മരുന്ന് കഴിക്കേണ്ടവർ അതിൻ്റെ കാരണങ്ങൾ നോക്കിപ്പോയില്ല എങ്കിൽ ചിലപ്പോൾ ആശുപത്രിവാസം കാണേണ്ടി വരുന്നുണ്ട്. മറ്റു ദോഷങ്ങളൊന്നും തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം, അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം.